നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടുകടലയും കൊണ്ട് ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങയ്ക്കൊക്കെ നല്ല രീതിയിൽ വില കയറുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് ഞാൻ അല്പം തേങ്ങ ഇടുന്നുണ്ട്, എങ്കിലും തേങ്ങ ഇല്ലാതെയും ഇതായിരിക്കാം കേട്ടോ. ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു പാന അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എരിവിനാവശ്യമായ മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് വറ്റൽമുളകാണ് കേട്ടോ. ഇത് പച്ചമുളകിലും ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് വറ്റൽമുളകാണ്. നമ്മുടെ പിരിയമുളക് ഉണ്ടല്ലോ, ഒരുപാട് എരിവില്ലാത്ത മുളക്, അതാണ് എടുക്കുന്നത്. വേറെ എക്സ്ട്രാ പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതാ ഒരു കുറച്ച് മുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മുളക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കഴുകിയിട്ടിട്ടുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ചുള വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് മൂത്ത് പോയെങ്കിൽ മുളക് മാറ്റിയിടുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുളകും ഉള്ളിയെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എത്രത്തോളമാണോ പൊട്ടുകടല വേണ്ടത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു അരനാഴിയോളം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. തേങ്ങ ഒട്ടും ഇടാതെയല്ല ഞാൻ അരയ്ക്കുന്നത്. ഒരു 2 സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട. അതിന് മുന്നേ നമുക്ക് ഇങ്ങനെയൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ തേങ്ങ ഇടുന്നുണ്ട്. ഇത് തേങ്ങ ഇല്ലാതെ അരച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു 2 സ്പൂൺ ഇട്ടോന്നേ ഉള്ളൂ. ഇതിടാതെ വേണമെങ്കിലും അരച്ചെടുക്കാം. 2 സ്പൂണേ ഇട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല രീതിയിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അല്പം കൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ മാത്രമല്ല, ഇത് പൊട്ടുകടല മേടിച്ച് വെച്ചാൽ ചമ്മന്തി അരയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ കറികൾക്കൊക്കെ കൊഴുപ്പ് കൂട്ടാനായിട്ട് കടലക്കറിക്കും കിഴങ്ങറിക്കൊക്കെ അരയ്ക്കുമ്പോൾ ഇത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. മുളക് നമ്മൾ അരച്ചത് കൊണ്ട് ഞാൻ വറ്റൽമുളകൊന്നും ഇതിനകത്ത് ചേർക്കണില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിക്കകത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാകും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കറിക്ക് കൊഴുപ്പ് കൂടാൻ അടിപൊളിയാണ്. ഹോട്ടലിലൊക്കെ ഇതാണ് മെയിനായിട്ടും ചേർക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചുള്ള കറി എന്നൊക്കെ പറഞ്ഞാലും മെയിനായിട്ട് കൊഴുപ്പിന് വേണ്ടിയിട്ട് അവർ ചേർക്കുന്നത് ഈ പൊട്ടുകടലയാണ് കേട്ടോ. കടലക്കറിയും കിഴങ്ങറിയും മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ കുറച്ചിട്ട് ഒരു പിടി പൊട്ടുകടല അരയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ച് നോക്കി. അപ്പം നല്ല രീതിയിൽ നമുക്ക് കൊഴുപ്പുണ്ടായിരുന്നു അതിൻ്റെ ഗ്രേവിക്കൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.